പ്രിയ കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിലെ ജനറേറ്റർ, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, ട്രാൻസ്ഫോമർ, ചലിക്കും ചുരുൾ, മൈക്രോഫോൺ തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കേവർക്കും ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഏതാണ് ഈ ഉപകരണം? കണ്ടു പരിചയമുണ്ടോ? ജനറേറ്റർ. അതെ, ജനറേറ്ററിൻ്റെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ജനറേറ്റർ? വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. വൈദ്യുത കാന്തിക പ്രേരണമാണ് അവിടെ ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം എന്നുള്ളത് ഓർത്തിരിക്കണം. അവിടെ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്നുള്ളത് യാന്ത്രികോർജം വൈദ്യുതോർജമാവുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചിരിക്കണം. ജനറേറ്ററുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. AC ജനറേറ്ററും DC ജനറേറ്ററുമാണുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്ന DC ജനറേറ്ററാണ്. നിങ്ങൾ നേരത്തെ പഠിച്ച DC മോട്ടോറിൻ്റെ പോലെ അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്ററിൻ്റെ ആണ് ആരോ മാർക്ക് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം തന്നിരിക്കുന്നത് ഒരു DC ജനറേറ്ററാണ് അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് AC ജനറേറ്ററിനും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DC ജനറേറ്ററിനകത്ത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതായത് DC മോട്ടോറിനകത്തുള്ള പോലെ തന്നെ AC ജനറേറ്ററിനകത്താണ് ഈ സ്ലിപ്പ് റിങ്ങുകളായിരിക്കും. അതായത് 2 റിങ്ങുകൾ അവിടെ കാണും. അതാണ് അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ സംവിധാനമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള വൈദ്യുതി ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. പ്രധാനമായിട്ട് ACയും DCയുമാണ്. AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അത് കിട്ടുന്ന ജനറേറ്ററാണ് AC ജനറേറ്റർ. നേർധാര വൈദ്യുതി, ഡയറക്റ്റ് കറണ്ട്, തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി. ഡയറക്റ്റ് കറണ്ട് നമ്മൾ പഠിച്ചതാണ്, DC കറണ്ട്. അതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജനറേറ്ററുമുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഗ്രാഫ് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ 3 ഗ്രാഫുകളും പഠിച്ചിരിക്കണം. ഈ 3 ഗ്രാഫ് തന്നിട്ട് ഏതിൻ്റെ ഗ്രാഫാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. AC ജനറേറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിരിക്കുന്ന ആർമേച്ചർ കറങ്ങുമ്പോൾ ആർമേച്ചറിൽ AC വൈദ്യുതി ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം എന്ന് പറയുമ്പോൾ നോർത്ത് പോൾ, സൗത്ത് പോളാണ്. അവിടെ ABCD എന്ന് പറഞ്ഞൊരു ആർമേച്ചർ വെച്ചിട്ടുണ്ട്. അത് കറങ്ങുമ്പോൾ ആർമേച്ചറിൽ AC വൈദ്യുതിയാണ് ഉണ്ടാകുന്നത്. ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട AC വൈദ്യുതി സ്പ്ലിറ്റ് റിങ്ങുകളിലെത്തുന്നു. ഓരോ അർദ്ധഭ്രമണത്തിലും സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറുന്നു. സ്പ്ലിറ്റ് റിങ്ങുകൾ DC ജനറേറ്ററിലും സ്ലിപ്പ് റിങ്ങുകൾ AC ജനറേറ്ററിലാണെന്ന് ഓർക്കണം. അവിടെ മാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. AC DC ജനറേറ്ററുകൾ തമ്മിൽ അവയുടെ പ്രവർത്തനം തമ്മിലും വ്യത്യാസം വരുന്നുള്ളൂ. തൽഫലമായി ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC വൈദ്യുതി ബാഹ്യ സർക്യൂട്ടിലെത്തുമ്പോൾ DC വൈദ്യുതിയായി മാറുന്നുവെന്ന് DC ജനറേറ്ററിൻ്റെ കാര്യത്തിലും AC വൈദ്യുതിയായി മാറുന്നുവെന്ന് AC ജനറേറ്ററിൻ്റെ കാര്യത്തിൽ എഴുതുന്നു. ഇത് AC ജനറേറ്ററിൻ്റെയും DC ജനറേറ്ററിൻ്റെയും പ്രവർത്തനം ചോദിച്ചാൽ ഇതുപോലെ എഴുതാം. സ്പ്ലിറ്റ് റിങ്ങിൻ്റെ കാര്യത്തിനകത്ത് സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിക്കുന്നതെന്ന് ACക്കകത്ത് എഴുതണം. പിന്നെ AC കറണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ AC ജനറേറ്ററിൻ്റെ കാര്യത്തിൽ എഴുതണമെന്ന് ഓർത്തിരിക്കുക. AC ജനറേറ്ററുകളിൽ ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നത്. എന്തുകൊണ്ട്? ആർമേച്ചർ കറങ്ങുമ്പോൾ സ്ലിപ്പ് റിങ്ങുകൾ ബ്രഷുമായി ഉരസി സ്പാർക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ സ്ലിപ്പ് റിങ്ങുകളും ബ്രഷുകളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ സ്പാർക്കിംഗ് ഒഴിവാക്കാം. അപ്പോൾ സ്പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് AC ജനറേറ്ററുകളിൽ ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തത്തെ കറക്കുന്നത്. ഇപ്പോൾ AC ജനറേറ്ററുകളിൽ ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നോണം. ഇനി DC ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. അതിൻ്റെ ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ്. ഇത് AC ജനറേറ്ററിലാണെങ്കിലും DC ജനറേറ്ററിലാണെങ്കിലും ഇത് രണ്ടും സെയിം ആണ്. AC ജനറേറ്ററിൻ്റെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററാണ് DC ജനറേറ്ററിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി DC ആയിരിക്കും. ഇത്തരം ജനറേറ്ററുകളാണ് DC ജനറേറ്ററുകൾ. AC ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്ന ജനറേറ്ററിന് പറയുന്ന പേരാണ് DC ജനറേറ്ററുകൾ എന്ന്. ഈ AC ജനറേറ്ററുകളിലെ ആർമേച്ചറിന് പകരം ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ജനറേറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളതാണ് കോമൺ ആയിട്ട് ആദ്യം തന്നിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന ആർമേച്ചർ കറങ്ങുമ്പോൾ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. ഇത് കാരണം ആർമേച്ചറിൽ വൈദ്യുതി ഉണ്ടാകുന്നു.
ഈ വൈദ്യുതി സ്ലിപ്പ് റിങ്, ബ്രഷ് എന്നിവയിലൂടെ ബാക്കി സർക്യൂട്ടിലേക്ക് എത്തുന്നു. ഇവിടെ സ്ലിപ്പ് റിങ് തന്നിരിക്കുന്നതുകൊണ്ട് ഇതിവിടെ എ സിയുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഡി സിയുടെ കാര്യം ചോദിച്ചാൽ നിങ്ങളവിടെ സ്പ്ലിറ്റ് റിങ് എന്ന് എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി കാന്തിക മണ്ഡലത്തിൽ ആർമേച്ചർ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിനിടയിലുള്ള വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം കാന്തിക മണ്ഡലത്തിന് പെർപെൻഡിക്കുലറായിട്ട് സമാന്തരമായിട്ട് വയ്ക്കുന്നു. വീണ്ടും അത് ആർമേച്ചർ കറങ്ങി വരുമ്പോൾ അതിന് പാരലലായിട്ട് വരുന്നു. വീണ്ടും പെർപെൻഡിക്കുലറായിട്ട്, പാരലലായിട്ട്, അങ്ങനെ സമാന്തര രീതിയും ശ്രേണി രീതിയും മാറി മാറിയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. എ സിയുടെ ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആർമേച്ചർ തിരിഞ്ഞ കോണ് 0 ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ ഫ്ലക്സ് വ്യതിയാന നിരക്കും 0 ആകുന്നു. പ്രേരിത EMFും 0 ആയിട്ട് മാറുന്നു. ആർമേച്ചർ തിരിഞ്ഞ കോണ് 90 ഡിഗ്രി ആകുമ്പോൾ, 90 ഡിഗ്രി ആകുന്ന സമയത്ത് ഫ്ലക്സ് വ്യതിയാന നിരക്കും പ്രേരിത EMFും പരമാവധിയായി തീരുന്നതായിട്ട് കാണാം. അവിടെ ഗ്രാഫിനകത്ത് നോക്കിയാൽ നമുക്കറിയാം അത് പരമാവധിയിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. വീണ്ടും നമുക്ക് ആർമേച്ചർ തിരിഞ്ഞ കോണ് 180 ഡിഗ്രി ആകുമ്പോൾ അത് വീണ്ടും 0യിലേക്ക് വന്നിരിക്കുന്നതായിട്ട്, EMF 0യിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും അത് ഒരു 90 ഡിഗ്രിയും കൂടെ തിരിഞ്ഞു കഴിയുമ്പം 270 ഡിഗ്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എതിർ ദിശയിൽ, അതായത് ആദ്യം പോസിറ്റീവ് ദിശയിലായിരുന്നു, ഇപ്പോൾ നെഗറ്റീവ് ദിശയിൽ പരമാവധിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രേരിത EMFും ഫ്ലക്സ് വ്യതിയാന നിരക്കും. വീണ്ടും നമ്മളൊരു 90 ഡിഗ്രിയും കൂടെ തിരിഞ്ഞു കഴിയുമ്പോൾ 360 ഡിഗ്രി ആകുന്നു, അതായത് 360 ഡിഗ്രി ആകുന്നു. 360 ഡിഗ്രിയിലായി കഴിയുമ്പോഴും ആർമേച്ചർ തിരിഞ്ഞ കോണും 360 ഡിഗ്രി ആകുമ്പോഴും ഫ്ലക്സ് വ്യതിയാന നിരക്ക് അല്ലെങ്കിൽ പ്രേരിത EMF വീണ്ടും 0യിലായിത്തീരുന്നു. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് പരമാവധിയാകുന്ന 2 സിറ്റുവേഷൻസ് ആണുള്ളത്. 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ്. 0 ആകുന്ന 3 സ്ഥിതിയാണുള്ളത്. 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലും 360 ഡിഗ്രിയിലുമാണ് ഫ്ലക്സ് വ്യതിയാന നിരക്ക് അല്ലെങ്കിൽ പ്രേരിത EMFിൻ്റെ വോൾട്ടേജ് 0 ആയിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എവിടെയാണ് പരമാവധി ആവുന്നത്? 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും. 90 ഡിഗ്രിയിൽ വരുമ്പോൾ പോസിറ്റീവ് ദിശയിൽ പരമാവധിയും 270 ഡിഗ്രി വരുമ്പോൾ നെഗറ്റീവ് ദിശയിൽ പരമാവധിയും ആകുന്നു. ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗ്രാഫ് വിശകലനം ചെയ്ത് ഏതെല്ലാം സമയത്താണ് EMF കൂടുതലും കുറവും എന്ന് എഴുതുക. പരമാവധി ആകുന്നത് T/4, അതായത് 90 ഡിഗ്രി ആകുമ്പോൾ, 3T/4 അതായത് 270 ഡിഗ്രി ആകുമ്പോൾ. ഏറ്റവും കുറവ് പറയുന്നത് 0 ഡിഗ്രിയിൽ, T/2 180 ഡിഗ്രിയിൽ, അതുപോലെ തന്നെ T എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 7 T ആണത് 360 ഡിഗ്രിയിൽ ഏറ്റവും പരമാവധിയാവുന്നത് ഓർത്തിരിക്കുക. ഇനി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പീരീഡിനെ സൂചിപ്പിക്കുന്ന പ്രതീകമായിട്ട് വരുന്നത് T എന്ന അക്ഷരമാണ്, വലിയ അക്ഷരം T. ആർമേച്ചർ കോയിൽ ഒരു പൂർണ്ണ ഭ്രമണത്തിനെടുക്കുന്ന സമയമാണ് പീരീഡ്. ആർമേച്ചർ കോയിൽ മുഴുവനായിട്ടും കറങ്ങി വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ആർമേച്ചർ കോയിൽ അർദ്ധഭ്രമണത്തിനെടുക്കുന്ന സമയം, അതായത് 180 ഡിഗ്രിയെ T/2 എന്ന് സൂചിപ്പിക്കുന്നു. ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്നാണ് ഇംഗ്ലീഷിൽ. അത് തന്നെയാണ് സ്മോൾ ലെറ്റർ F ആണ് അത് സൂചിപ്പിക്കുന്നത്. ഒരു സെക്കൻഡിൽ ആകെ ഉണ്ടാകുന്ന ഭ്രമണങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ആകെ ഉണ്ടാകുന്ന ഭ്രമണങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ മിക്കവാറും SSLC പരീക്ഷകളിൽ കാണുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര ഹെഡ്സാണെന്നാണ് ചോദിക്കുന്നത്. 50 ഹെഡ്സാണ്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എന്ന് പറയുന്നത് 50 ഹെഡ്സാണ്. 50 ഹെഡ്സ് ആവൃത്തി ലഭിക്കണമെങ്കിൽ ആർമേച്ചർ കോയിൽ ഒരു സെക്കൻഡിൽ 50 തവണ വീതം കറങ്ങണം. ഇത് പ്രായോഗികമല്ല. അതിനാൽ തന്നെ ജനറേറ്ററുകളിൽ കാന്തിക ധ്രുവതയുടെയും ആർമേച്ചറുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചതാണ് 50 ഹെഡ്സ് ആവൃത്തിയുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെഡ്സ്. DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ സംവിധാനത്തിൻ്റെ ധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നതെന്ന്. ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കി മാറ്റുക എന്നതാണ് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ധർമ്മം. ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC വൈദ്യുതിയെ DC ആക്കി മാറ്റുക. DC ജനറേറ്ററിൽ ആർമേച്ചർ കറങ്ങുന്നതിന് പകരം ഫീൽഡ് കാന്തം കറക്കിയാൽ എന്ത് സംഭവിക്കും? കാരണം വ്യക്തമാക്കുക.
ബാക്കി സർക്യൂട്ടിൽ AC വൈദ്യുതി ആയിരിക്കും ലഭിക്കുക. DC ജനറേറ്ററിൽ ആർമേച്ചർ കറക്കുന്നതിന് പകരം ഫീൽഡ് കാന്തമാണ് കറക്കുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് AC വൈദ്യുതി തന്നെയായിരിക്കും. അതിൻ്റെ കാരണം ഫീൽഡ് കാന്തം കറങ്ങുമ്പോൾ സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറുന്നില്ല. അതിനാൽ ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC വൈദ്യുതി DC വൈദ്യുതിയായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് നമുക്ക് AC വൈദ്യുതി തന്നെ ലഭിക്കുന്നു. ഫീൽഡ് കാന്തം കറങ്ങുമ്പോൾ സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറുന്നില്ല. അതിനാൽ തന്നെ ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന AC വൈദ്യുതി DC വൈദ്യുതിയായിട്ട് മാറുന്നു. അതേസമയം ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളും തമ്മിലുള്ള ബന്ധം പരസ്പരം മാറും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന AC വൈദ്യുതി DC വൈദ്യുതിയായിട്ട് മാറും. AC ജനറേറ്റർ DC ജനറേറ്റർ ഇവ തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോട്ടിൽ എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കണം. സാമ്യങ്ങൾ: ഫീൽഡ് കാന്തം, ആർമേച്ചർ, ബ്രഷുകൾ എന്നിവ ഒരുപോലെയാണ്. ഫീൽഡ് കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിലാണ് ആർമേച്ചർ കറങ്ങുന്നത്. രണ്ട് ജനറേറ്ററിൻ്റെയും ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് AC വൈദ്യുതിയാണ്. ഇനി AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകളും DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളുമാണ് ഉപയോഗിക്കുന്നത്. ബാക്കി സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് AC ജനറേറ്ററിൽ AC വൈദ്യുതി തന്നെ ലഭിക്കുന്നു. DC ജനറേറ്ററിൽ ലഭിക്കുന്നത് DC വൈദ്യുതി ആയിരിക്കും. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും പഠിച്ചിരിക്കുക. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? 1 വേഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. ജനറേറ്റർ. ഗാൽവനോമീറ്റർ വൈദ്യുതിയുടെ ദിശ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അമ്മീറ്റർ കറണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മോട്ടോർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഉപകരണം ജനറേറ്റർ. ജനറേറ്ററിൻ്റെ 2 രേഖാചിത്രങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. രണ്ടിൻ്റെയും ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ നമുക്കതറിയാം. ആദ്യം തന്നിരിക്കുന്നത് DC ജനറേറ്ററാണ്, രണ്ടാമത് തന്നിരിക്കുന്നത് AC ജനറേറ്ററാണ്. രണ്ടിൻ്റെയും ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്ത്? ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ DC ജനറേറ്ററിൽ DC ആയിരിക്കും ലഭിക്കുന്നത്, AC ജനറേറ്ററിൽ AC ആയിരിക്കും ലഭിക്കുന്നത്. രണ്ടിൻ്റെയും ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകതയുണ്ട്. രണ്ടും ലഭിക്കുന്നത് AC തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫീൽഡ് കാന്തമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടിലും ലഭിക്കുന്നത് AC തന്നെയായിരിക്കും. രണ്ട് സന്ദർഭങ്ങളിലും ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കുക. നമുക്ക് അത് കാണാം. ചിത്രം DCയുടെയും ACയുടെയും കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഇനി ജനറേറ്ററിൻ്റെ ഗ്രാഫിക് ചിത്രീകരണമാണ് നോക്കേണ്ടത്. ഗ്രാഫിക് ചിത്രീകരണം ആദ്യത്തേത് DCയുടെയാണ്. ഒരേ ഡയറക്ഷനിൽ മാത്രം പോകുന്നതാണ്, ഒരേ ദിശയിൽ മാത്രം പോകുന്നതാണ്. AC ജനറേറ്ററിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ദിശകളും മാറി മാറിപ്പോകുന്ന ഗ്രാഫാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഗ്രാഫ് തന്ന ശേഷം അത് ഏത് ജനറേറ്ററിൻ്റെ ആണെന്ന് ചോദിക്കാറുള്ളതാണ്. DC ജനറേറ്ററിൻ്റെത് ഒരേ ദിശയിൽ പോകുന്നതാണ്. AC ജനറേറ്ററിൻ്റെത് ദിശ മാറുന്ന വൈദ്യുതിയാണെന്ന് ഓർത്തിരിക്കുക. ജനറേറ്റർ ഒരു തരമേ ഉള്ളൂ, AC ജനറേറ്റർ. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എഴുതുക. ശരിയല്ല. നമുക്കറിയാം AC ജനറേറ്ററും DC ജനറേറ്ററും ഉണ്ട്. എന്നാൽ രണ്ടിൻ്റെയും ആർമേച്ചറിലുണ്ടാകുന്നത് AC കറണ്ടാണ്. AC ജനറേറ്ററിലും DC ജനറേറ്ററിൻ്റെയും ആർമേച്ചറിലുണ്ടാകുന്നത് AC കറണ്ടാണ്. പക്ഷേ രണ്ട് തരത്തിലുള്ള ജനറേറ്ററുകളുണ്ട്, AC ജനറേറ്ററും DC ജനറേറ്ററും. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും നമുക്കറിയാവുന്നതാണ്. സാമ്യങ്ങൾ: ആർമേച്ചർ, ഫീൽഡ് കാന്തം, ബ്രഷുകൾ ഇവയിലെല്ലാം ഒരുപോലെയാണ്. വ്യത്യാസം: AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്, DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകളും DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളുമാണ് ഉപയോഗിക്കുന്നത്. അവ തമ്മിലുള്ള സാമ്യങ്ങൾ എന്ന് പറയുന്നത് അവയുടെ ആർമേച്ചറും ഫീൽഡ് കാന്തവും ബ്രഷുകളും ഒരുപോലെയായിരിക്കും എന്നുള്ളതാണ്. DC മോട്ടോറിൻ്റെ ഘടനയും DC ജനറേറ്ററിൻ്റെ ഘടനയും തമ്മിലുള്ള സാമ്യങ്ങളേവ? രണ്ടിനകത്തും DC മോട്ടോറിനകത്തും DC ജനറേറ്ററിനകത്തും സ്ഥിരകാന്തം, ആർമേച്ചർ, സ്ലിപ്പ് റിങ്ങല്ല സ്പ്ലിറ്റ് റിങ്ങുകളാണ് DC ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് റിങ്ങുകൾ, ബ്രഷുകൾ എന്നിവ രണ്ടിലും ഒരുപോലെയാണ്. ഇവിടെ തന്നിരിക്കുന്ന സ്ലിപ്പ് റിംഗ് അല്ല സ്പ്ലിറ്റ് റിങ്ങുകളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്ഥിരകാന്തവും ആർമേച്ചറും സ്പ്ലിറ്റ് റിങ്ങുകളും ബ്രഷുകളും DC മോട്ടോറിലും DC ജനറേറ്ററിലും ഒരുപോലെ തന്നെ ആയിരിക്കും. DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ AC കറണ്ട് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിലും
അത് ബാഹ്യ സർക്യൂട്ടിലെത്തുമ്പോൾ എങ്ങനെയാണ് DC കറണ്ടായി മാറുന്നത്. ഇവിടെ ബ്രഷ് B1 എല്ലായ്പ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ മുകളിലേക്ക് ചലിക്കുന്ന ആർമേച്ചർ ഭാഗമായും രണ്ടാമത്തെ ബ്രഷ് B2 എല്ലായ്പ്പോഴും താഴേക്ക് ചലിക്കുന്ന ആർമേച്ചർ ഭാഗമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് B1 എന്ന ബ്രഷ് കാന്തിക മണ്ഡലത്തിൻ്റെ മുകളിലേക്ക് ചലിക്കുന്ന ആർമേച്ചറിൻ്റെ ഭാഗമായിട്ടും, അതായത് AB എന്ന ആർമേച്ചറിൻ്റെ ഭാഗമായിട്ടും, B2 എന്നത് എപ്പോഴും താഴേക്ക് ചലിക്കുന്ന ആർമേച്ചറിൻ്റെ ഭാഗമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. തൽഫലമായി ആർമേച്ചർ കറങ്ങുമ്പോൾ AC ഉണ്ടാവുമെങ്കിലും ബാഹ്യ സർക്യൂട്ടിൽ DC തന്നെയാണ് ഉണ്ടാകുന്നത്. എന്താണ് വ്യത്യാസം? ആർമേച്ചർ കറങ്ങുമ്പോൾ AC ഉണ്ടാവുമെങ്കിലും ബാഹ്യ സർക്യൂട്ടിൽ DC തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ AC-യിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള AC വൈദ്യുതിയിൽ തുടർച്ചയായിട്ട് സെക്കൻഡറിയിൽ വൈദ്യുതി ഉണ്ടാകുന്നു. DC വൈദ്യുതിയിലാണെങ്കിൽ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് സെക്കൻഡറി വൈദ്യുതി ഉണ്ടാകുന്നത്. AC വൈദ്യുതിയിലാണെങ്കിൽ തുടർച്ചയായിട്ട് സെക്കൻഡറിയിൽ വൈദ്യുതി ഉണ്ടാകുന്നു. DC വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും മാത്രമാണ് സെക്കൻഡറിയിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാന്ന് നമുക്ക് നോക്കാം. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ട് കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ അതേപടി തന്നെ പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്വിച്ച് തുടർച്ചയായി ഓൺ ഓഫ് ചെയ്യാതെ തന്നെ കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. DC-ക്ക് പകരം AC ആണ് പ്രൈമറി കോയിലിൽ നൽകുന്നതെങ്കിൽ സെക്കൻഡറി കോയിലിൽ തുടർച്ചയായിട്ട് EMF പ്രേരണം ചെയ്യപ്പെടും. സ്വിച്ച് തുടർച്ചയായി ഓൺ ഓഫ് ചെയ്യാതെ ഇരിക്കാനുള്ള മാർഗ്ഗമാണ് DC-ക്ക് പകരം AC ഉപയോഗിക്കുക എന്നുള്ളത്. പ്രൈമറി കോയിൽ DC-ക്ക് പകരം AC ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാക്കാതിരിക്കാം. AC ജനറേറ്റർ, ബാറ്ററി, DC ജനറേറ്റർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന EMFൻ്റെ ഗ്രാഫിക് ചിത്രീകരണം പട്ടികയിൽ കൊടുക്കുന്നു. ഗ്രാഫ് നിരീക്ഷിച്ച് വൈദ്യുതിയുടെ പ്രത്യേകതകൾ എഴുതുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആദ്യം തന്നിരിക്കുന്നത് AC-യുടെ ഗ്രാഫാണ്. തുടർച്ചയായിട്ട് ദിശ മാറുന്നു, EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു. ബാറ്ററിയിലാണെങ്കിൽ ദിശ മാറുന്നില്ല, EMF-നും മാറ്റമില്ല. DC ജനറേറ്ററിലാണെങ്കിൽ ദിശ മാറുന്നില്ല, പക്ഷേ EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു. EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു, പക്ഷേ ദിശ മാറാത്ത വൈദ്യുതിയാണ് DC എന്ന് പറയുന്നത്. ബാറ്ററിയിലും ദിശ മാറുന്നില്ല, AC-യിൽ മാത്രം തുടർച്ചയായിട്ട് ദിശ മാറുന്നു. AC-യിലും DC-യിലും EMF കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ബാറ്ററിയിൽ EMF-ന് വ്യത്യാസമില്ല. ബാറ്ററിയുടെ ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ കൊടുത്ത രണ്ട് പരീക്ഷണങ്ങൾ നിരീക്ഷിച്ച് ഉത്തരം പറയുക. അവിടെ ആദ്യത്തേനകത്ത് A ചിത്രത്തിനകത്ത് DC ആണ് കൊടുത്തിരിക്കുന്നത്, B ചിത്രത്തിനകത്ത് AC ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിനകത്തും പച്ചിരമ്പ് കോറും സോളിനോയിഡുമുണ്ട്. ഏത് സർക്യൂട്ടിലെ ബൾബിനാണ് പ്രകാശ തീവ്രത കുറവ്? AC ഘടിപ്പിച്ചിരിക്കുന്ന ബൾബിനായിരിക്കും പ്രകാശ തീവ്രത കുറവ്. ഏത് സർക്യൂട്ടിലാണ് സോളിനോയിഡിന് ചുറ്റും കാന്തിക മണ്ഡലമുണ്ടായത്? രണ്ടിനകത്തും സോളിനോയിഡിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും. കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാകും. ഏത് സർക്യൂട്ടിലാണ് സോളിനോയിഡിന് ചുറ്റും മാറുന്ന കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്? മാറുന്ന കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് AC-യിലാണ് ദിശ മാറുന്ന കറണ്ട് ഉള്ളതെന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ ഏത് സോളിനോയിഡിന് ഒരു പ്രേരിത EMF തുടർച്ചയായി സംജാതമാകും? ദിശ മാറുന്ന വൈദ്യുതി ഉള്ളതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് പ്രേരിത EMF ഉണ്ടാകുന്നത് AC-യിൽ തന്നെയായിരിക്കും. AC-യിലാണ് ദിശ മാറുന്ന വൈദ്യുതി ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അവിടെ ബൾബിന് പ്രകാശ തീവ്രതയും കുറവായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഒരു ചിത്രമാണിത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ എത്ര ലൈനാണുള്ളത്? 3 ലൈന്. ഔട്ട്പുട്ടിൽ എത്ര ലൈനാണുള്ളത്? 4 ലൈന്. ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ 3 ലൈനും ഔട്ട്പുട്ടിൽ 4 ലൈനും. എന്താണ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം പവറിൽ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ അനുസരിച്ചാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷനാണ്. പവറിൽ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ 2 തരമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും.
സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടത ഉയർത്താനായിട്ട് സഹായിക്കുന്നതാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വോൾട്ടത താഴ്ത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഇങ്ങനെ പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എ സി വൈദ്യുതിയുടെ വോൾട്ടത ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്ന ഉപകരണമാണ്. അതിനെ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ആദ്യം തന്നിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ വലിയ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ചിത്രമാണ്. മറ്റൊന്ന് നമ്മുടെ ചെറിയ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രതീകമാണ് മൂന്നാമതായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ പ്രതീകത്തിൻ്റെ ചിത്രം കാണിച്ചിട്ട് ഇത് എന്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ പ്രതീകവും പഠിച്ചിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, ഇങ്ങനെ 2 തരത്തിലുള്ള ട്രാൻസ്ഫോമറാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ മാത്രം പഠിച്ചിരിക്കുക. അതിൻ്റെ ചിത്രം മനസ്സിൽ വെച്ചാൽ ബാക്കി രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് എഴുതാനായിട്ട് ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡറിയിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി ചുറ്റുകളുടെ കമ്പിക്ക് കനം കൂടുതലായിരിക്കും, സെക്കൻഡറിയിലെ കമ്പികൾക്ക് കനം കുറവായിരിക്കും. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വൈദ്യുതി കൊടുക്കുന്നത് ഇൻപുട്ടിലായിരിക്കും, വൈദ്യുതി ലഭിക്കുന്നത് ഔട്ട്പുട്ടിലാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് പ്രൈമറിയും ഔട്ട്പുട്ട് സെക്കൻഡറിയുമായിരിക്കും. എ സി വോൾട്ടത ഉയർത്തുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, എ സി വോൾട്ടത താഴ്ത്തുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഓർത്തിരുന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലും വ്യത്യാസമുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. ട്രാൻസ്ഫോമർ ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. ചുറ്റുകളുടെ എണ്ണവും പ്രേരിതമാവുന്ന EMFും തമ്മിലുള്ള ബന്ധമാണ് VS/VP = NS/NB. അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും VS × NB = NS × VP. അത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഇക്വേഷൻസാണ്. NB എന്ന് പറയുന്നത് പ്രൈമറി ചുറ്റുകളുടെ എണ്ണമാണ്, NS എന്ന് പറയുന്നത് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ്, VP എന്ന് പറയുന്നത് പ്രൈമറിയിലെ വോൾട്ടതയാണ്, VS എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ വോൾട്ടതയാണ്. ട്രാൻസ്ഫോമർ ഫോർമുല എന്ന് പറയുന്നത് VS/VP = NS/NB. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി ഓർത്തിരിക്കണം, കറണ്ടുമായിട്ട് ബന്ധമുള്ള ഫോർമുല VS/VP = IP/IS. അവിടെ മാത്രം കറണ്ട് പ്രൈമറിയിലെ കറണ്ട് മുകളിലാകുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. VS/VP = NS/NB = IP/IS. IP എന്നുള്ളത് പ്രൈമറിയിലെ കറണ്ട്, IS എന്നുള്ളത് സെക്കൻഡറിയിലെ കറണ്ട്. താഴെ കൊടുത്ത ബന്ധങ്ങളെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെടുത്തി തരംതിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് സാധാരണ പരീക്ഷയ്ക്ക് ഇതേപടി തന്നെ ചോദിക്കാറുള്ളതാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഓർത്തിരിക്കുക, ആ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. VS സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലേക്കാൾ കൂടുതലായിരിക്കും, സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിനേക്കാളും കുറവായിരിക്കും. വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും എന്ന് ഓർക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലായിരിക്കും, അപ്പോൾ സെക്കൻഡറിയിലെ കറണ്ട് കുറവായിരിക്കും. NS/NB > 1 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. NS/NB > 1 ഓർത്തിരിക്കുക. ഇവിടെയും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പഠിച്ചിരിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. VS < VP, അതായത് സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിനേക്കാളും കുറവാണ്, സെക്കൻഡറിയിലെ കറണ്ട് പ്രൈമറിയിലെ കറണ്ടിനേക്കാളും കൂടുതലാണ്. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ എന്ന് ഓർത്തിരിക്കുക. NS/NB < 1 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്, നിർബന്ധമായിട്ടും പഠിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഓർക്കുക. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ് പ്രൈമറിയിലേക്കാളും, സെക്കൻഡറിയിലെ കറണ്ട് കുറവാണ്, NS/NB > 1 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പവർ നഷ്ടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും, പ്രൈമറിയിൽ 5000 ചുറ്റുകൾ എന്ന് പറയുമ്പം NP ആണ് 5000 എന്നുള്ള ഓർത്തിരിക്കുക. സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണുള്ളത്. സെക്കൻഡറി എന്ന് പറയുമ്പം NS ചുറ്റുകൾ, നമ്പർ ഓഫ് ടേൺസ് NS.
പ്രൈമറിയിലെ വോൾട്ടത 120 എന്ന് പറയുമ്പോൾ വി പി പ്രൈമറിയിലെ വോൾട്ടത VP 120. വൈദ്യുത പ്രവാഹ തീവ്രത പ്രൈമറിയിലാണ്. അപ്പം IP എന്ന് പറയുന്നത് 0.1 ആംപിയറും ആണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുന്നു. അത് തമ്മിലുള്ള ഇക്വേഷൻ നോക്കുന്നു. VS/VP = NS/NP എന്ന് എഴുതുന്നു. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. VS × 5000 = 120 × 250. ഇനി VS കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കേണ്ട VSനെ മാത്രം ഒറ്റയാക്കുക. ഈക്വൽ ടു സൈൻ്റെ എതിർവശത്തുള്ളത് അതേപടി എഴുതുക. അപ്പം 120 × 250 VSൻ്റെ കൂടെ കിടക്കുന്നയാളെ വലിച്ച് താഴെ കൊണ്ടിടുക. /5000. അപ്പോൾ 120 × 250 /5000 എന്ന് കിട്ടും. കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ 6 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ കറണ്ടും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് VS/VP = IP/IS എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അത് പ്രൈമറി തന്നെയാണ്. VP ആണ് 240 വോൾട്ട് എന്ന് തന്നിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും, സെക്കൻഡറി എന്ന് പറയുമ്പം NS 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളുമാണ്. NP 800 ചുറ്റ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്രയാണ് എന്ന് പറയുമ്പോൾ VS എത്രയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതനുസരിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുന്നു. NS/NP = VS/VP എന്ന ഇക്വേഷനാണ്. അതിനകത്തേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 80 × 240 = VS × 800 എന്ന് വരും. VSനെ തന്നെ ഒറ്റയാക്കുന്നു. അപ്പം 80 × 240 /800 എന്ന് കിട്ടും. അത് ചെയ്ത് കഴിയുമ്പം 24 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ സൂത്രവാക്യം ഉപയോഗിച്ച്, അതായത് നമുക്കറിയാവുന്നതാണ് ഏതാണ്, VS/VP = NS/NP = IP/IS. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മളോടിവിടെ പ്രൈമറി ചുറ്റുകളുടെയും സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണവും വോൾട്ടത, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം വോൾട്ടതയൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യത്തേനകത്ത് തന്നിരിക്കുന്നത് NP തന്നിട്ടുണ്ട്, VP തന്നിട്ടുണ്ട്, NS തന്നിട്ടുണ്ട്. VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ VS/VP = NS/NP എന്ന് എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം VS മാത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാവുന്നു. അപ്പം VS കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ആ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് കണ്ടെത്തി ആൻസറിലേക്ക് എത്തുന്നു. ഇത് തനിയെ ചെയ്ത് പഠിക്കേണ്ടതാണ്. എന്തിനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും വണ്ണം കൂടിയ കമ്പി ഉപയോഗിക്കുന്നത്? പ്രൈമറിയിലാണെങ്കിലും സെക്കൻഡറിയിലാണെങ്കിലും കറണ്ട് കൂടുതലായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കറണ്ട് കൂടുതലായിരിക്കും. ഒരെണ്ണം ഓർത്തിരിക്കാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ന് ഓർക്കുക. നമ്മുടെ ആ ചിത്രം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. അപ്പം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലാണെന്നുള്ളത് നമുക്ക് ഓർക്കാം. അവിടെ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടിയാൽ ജൂൾ നിയമം അനുസരിച്ച് താപവും കൂടും. അതിനാൽ ഈ കോയിലുകൾ ഉരുകി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് വണ്ണം കൂടിയ കമ്പികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് കൂടുതലായതിനാൽ താപം കൂടുതലായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ കോയിലുകൾ ഉരുകി പൊട്ടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വണ്ണം കൂടിയ കമ്പികൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പവർ സ്റ്റേഷനുകളിൽ 11 kVയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി 220 kVയിൽ കിലോ വോൾട്ട് എന്നുള്ളതാണ് പ്രദർശനം ചെയ്യപ്പെടുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏത് തരം ട്രാൻസ്ഫോമറാണ്? 11 കിലോ വോൾട്ടിലുള്ളതിന് 220 കിലോ വോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഉയർത്തുവാണ് ചെയ്യുന്നത്, പവർ ഉയർത്തുവാണ് ചെയ്യുന്നത്. ഉയർത്തുവായതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് പവർ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയർ. സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുമ്പം IS
1 ആംപിയറും പ്രൈമറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 0.5 ആംപിയറുമാണ് എന്ന് പറയുമ്പോൾ VP എന്ന് പറയുന്നത്. IP എന്ന് പറയുന്നത് 0.5 ആംപിയറുമാണ്. ഇത് ഏത് തരം ട്രാൻസ്ഫോമറാണ്? നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 200 വോൾട്ട് ലഭിക്കുമെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയായിരിക്കും? അത് നമ്മൾ ചെയ്യേണ്ട ഫോർമുല VS/VP = IP/IS എന്ന ഫോർമുലയ്ക്കകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് VI കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളികളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രവർത്തന തത്വത്തിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മ്യൂച്വൽ ഇൻഡക്ഷൻ ആകട്ടെ വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഓർത്തിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നത് പവർ സ്റ്റേഷനുകളിലാണ്. അവിടെയാണ് വോൾട്ടേജ് ഉയർത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. 220 കിലോ വോൾട്ടിലേക്ക് ദൂരത്തിനനുസരിച്ച് 110 കിലോ വോൾട്ട്, 400 കിലോ വോൾട്ട് എന്നിങ്ങനെ ഉയർത്തേണ്ടി വരുന്നുണ്ട്. അപ്പം വോൾട്ടേജ് ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളാണ്. അവ ഉപയോഗിക്കുന്നത് പവർ സ്റ്റേഷനുകളിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. തന്നിരിക്കുന്ന സർക്യൂട്ടിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. സർക്യൂട്ടിൽ നൽകിയിരിക്കുന്ന EMFൻ്റെ ദിശ കാണിച്ചിട്ടുണ്ട്, ബാക്കി EMFൻ്റെ ദിശ കാണിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന സർക്യൂട്ടിലൂടെ AC വൈദ്യുതി പ്രവഹിക്കുമ്പോൾ സോളിനോയിഡിന് ചുറ്റും വ്യതിയാനം സംഭവിക്കുന്ന കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ഇതേ സോളിനോയിഡിൽ ഒരു പ്രേരിത EMF ഉണ്ടാകുന്നു. ഈ പ്രേരിത EMF സർക്യൂട്ടിൽ പ്രയോഗിച്ച EMFന് വിപരീത ദിശയിലായിരിക്കും പ്രവഹിക്കുക. നമുക്കിവിടെ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം. സർക്യൂട്ടിൽ നൽകിയ EMFൻ്റെ ദിശ പച്ച കളറിൽ ആരോ മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് EMFൻ്റെ ദിശ എതിർ സൈഡിലേക്കാണ് ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് EMF കാരണം സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയുന്നു. ബാക്ക് EMF കാരണം സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയുന്നു. ഇതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡക്ടർ? സെൽഫ് ഇൻഡക്ഷൻ മൂലം പ്രവർത്തിക്കുന്നതാണ് ഇൻഡക്ടർ. സർപ്പിൾ ആകൃതിയെ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് ഇൻഡക്ടറുകൾ. സർപ്പിൾ ആകൃതിയെ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് ഇൻഡക്ടറുകൾ എന്നറിയപ്പെടുന്നത്. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്, പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്? ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പിച്ചുരുളുകളാണ് ഇൻഡക്ടറുകൾ. AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്? AC സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കട്ടി കൂടിയ കവചിത കമ്പി കൊണ്ടുള്ള ചുറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആവശ്യകത എന്ത്? പവർ വ്യതിയാനമില്ലാതെ പ്രൈമറി കോയിലിൽ നിന്നും സെക്കൻഡറി കോയിലിലേക്ക് വോൾട്ടേജ് കൈമാറ്റം ചെയ്യിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അതിനാൽ വോൾട്ടേജ് കുറയുമ്പോൾ പവർ വ്യത്യാസപ്പെടാതിരിക്കാൻ കറണ്ട് കൂട്ടണം. വോൾട്ടേജ് കുറയുമ്പോൾ പവർ വ്യത്യാസപ്പെടാതിരിക്കണമെങ്കിൽ കറണ്ട് കൂട്ടണം. അതിനുവേണ്ടി പ്രതിരോധം കുറയ്ക്കാനാണ് കട്ടി കൂടിയ കമ്പി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടുള്ള പോയിന്റ് ഇതാണ്. വോൾട്ടേജ് കുറയുമ്പോൾ പവർ വ്യത്യാസപ്പെടാതിരിക്കാനായിട്ട് കറണ്ട് കൂട്ടണം. അതിനുവേണ്ടി പ്രതിരോധം കുറയ്ക്കാനാണ് കട്ടി കൂടിയ കമ്പി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പദജോഡിയുടെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പദജോഡി പൂരിപ്പിക്കുക. മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ മൂലം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഡക്ടർ. ഇല്ലെങ്കിൽ ഇൻഡക്ടർ ഏത് പ്രവർത്തന തത്വം മൂലമാണ് പ്രവർത്തിക്കുന്നത്?
സെൽഫ് ഇൻഡക്ഷൻ മൂലമാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ള ഈ ചിത്രം ഏത് ഉപകരണത്തെ സൂചിപ്പിക്കുന്നു? ചലിക്കും ചുരുൾ മൈക്രോഫോൺ ആണ്. ഈ ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ ചിത്രം തന്ന ശേഷം ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പ്രവർത്തനം എങ്ങനെയെന്നുള്ളതും നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എ എന്ന ഭാഗം, അതായത് ആ കറുത്ത കളറിൽ തന്നിരിക്കുന്ന ഡയഫ്രമാണ്. ബി എന്നത് അതായത് നീല ചുവപ്പ് കളറുകളിൽ തന്നിരിക്കുന്നത് സ്ഥിരകാന്തമാണ്. പിന്നെ വോയിസ് കോയിൽ അവിടെയുണ്ട്. ശബ്ദ തരംഗങ്ങൾ വൈദ്യുത സിഗ്നലുകളായിട്ടാണ് ഇവിടെ മാറുന്നത്. മൈക്രോഫോണിൻ്റെ ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്നുള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ ഒരു ക്രമത്തിൽ ഓർത്തിരിക്കുക. ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ തട്ടുന്നു. ഒന്നാമത് സംഭവിക്കുന്നത്, ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചവിടെ സംസാരിക്കുന്നുണ്ട് മൈക്രോഫോണിൽ. അപ്പോൾ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് ഡയഫ്രവും അതിനോടനുബന്ധിച്ചുള്ള വോയിസ് കോയിലും കമ്പനം ചെയ്യുന്നു. വോയിസ് കോയിലിൽ സ്ഥിതി ചെയ്യുന്നത് കാന്തിക മണ്ഡലത്തിലായതിനാൽ വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു, വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഫലമായിട്ട്. മൈക്രോഫോണിലൂടെ സംസാരിച്ച് കഴിയുമ്പോൾ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അവിടുന്ന് അത് ആംപ്ലിഫയറിൽ എത്തിച്ചേരുന്നു. ശക്തി കുറഞ്ഞ സിഗ്നലുകളെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു സ്പീക്കറിലൂടെ. മൈക്രോഫോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബോക്സിൽ തന്നവ ശരിയായ ക്രമത്തിൽ എഴുതുക. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് SSLC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിലിൽ വൈദ്യുതി സിഗ്നലുകൾ ഉണ്ടാകുന്നു, ശബ്ദമുണ്ടാകുന്നു. ആദ്യം ഉണ്ടാകുന്ന ശബ്ദമുണ്ടാകുന്നു. നമ്മൾ മൈക്കിലൂടെ സംസാരിച്ച് കഴിയുമ്പോൾ ശബ്ദമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡയഫ്രം കമ്പനം ചെയ്യുന്നു. മൂന്നാമത് സംഭവിക്കുന്നത് വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. വോയിസ് കോയിലിൽ കൂടി വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു. ഈ ക്രമത്തിൽ എഴുതുവാനായിട്ട് ഓർക്കുക. ക്ലാസ് കേട്ട് കണ്ട് പഠിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി. പല പ്രാവശ്യം കേട്ടും കണ്ടും നോട്ട് എഴുതിയെടുത്തും പഠിക്കുക. നന്നായി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ.